ഒന്നുമില്ല ഗൈസ്, ഇന്ന് ഞായറാഴ്ച ആയ കാരണം ചായക്ക് നമുക്ക് ബേൽപൂരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു പപ്പ. ഉണ്ടാക്കാനുള്ള കൂടെ എത്തും പൂരിയൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. എൻ്റെ മമ്മ പിന്നെ ബേൽപൂരി ഉണ്ടാക്കണതിൽ പ്രൊഫസറായ കാരണം വലിയ കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, എൻ്റെ മമ്മ ബേൽപൂരി ഉണ്ടാക്കണതിലൊരു പ്രൊഫസറാണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം അത് ഉണ്ടാക്കാനായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ പപ്പ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ നേരത്തെ ഒരു ഉത്തം വന്ന് കോപ്രായതരം കാണിക്കണുണ്ട്. അതാണ് എൻ്റെ അനിയൻ. കിടുങ്ങിന് വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ കാണിക്കണേ. ഡോണ്ട് മൈൻഡ് ഇറ്റ്. മമ്മി ഉണ്ടാക്കണ എൻ്റെ ഇടേ വന്ന് തിന്നണുണ്ട് സാധനം. പപ്പയുടെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വന്നപ്പോൾ പപ്പയുടെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ ചെയ്തോളതുകൊണ്ട് മമ്മ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇടയിൽ കൂടെ കുറച്ച് വായിക്കിടുന്നുണ്ട്. ഞാൻ എപ്പോൾ ക്യാമറ താഴ്ത്തുന്നു അപ്പുറത്ത് വായിലിടും. അതുകൊണ്ട് എനിക്കതൊന്നും കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഗൈസ്. ഞാൻ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന നേരത്തെ അപ്പം അത് താഴെ ഇടും. അതുകൊണ്ട് അനിയൻ തിന്നണതും പപ്പ തിന്നണതും മാത്രമാണ് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. എന്ത് ചെയ്യാനാ. ഇടയ്ക്കുള്ളത് പപ്പയൊക്കെ വരുന്നുണ്ട് കഴിക്കാനായിട്ട്. ഞാനുണ്ടായിരുന്നു, പക്ഷെ ഞാനത് ഷൂട്ട് ചെയ്തിട്ടില്ല. അമ്മ അത് എല്ലാവർക്കും കൂടി പങ്ക് വെച്ചിട്ട് ഒരേ അളവിൽ കറക്റ്റായിട്ട് പങ്ക് വയ്ക്കുകയാണ് ഗൈസ്. ചോദിച്ചപ്പോൾ എനിക്കും കുറച്ച് തന്ന്, അതൊരു കേസ്. എല്ലാ പ്ലേറ്റിലും പെർഫെക്റ്റായിട്ട് 4 എണ്ണത്തിനും ഒരേപോലെ ആക്കുകയാണ് എൻ്റെ അമ്മ. ഒരെണ്ണത്തിൽ പോലും തുണ്ട് കുറയ്ക്കാതെ 4 എണ്ണത്തിൽ സെയിം ക്വാണ്ടിറ്റിയിലാക്കുകയാണ്. അല്ല, 5 എണ്ണത്തിൽ തെറ്റിപ്പോയി. ബാക്കി എന്തെങ്കിലും അടുത്ത് നിന്നായിരുന്നു, അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ, ഒരു കേസ്. ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിലിരുന്ന ഒരാൾ ചക്ക നക്കണണ്ട. ഇപ്പോഴാണ് എന്നെ കാണുന്നത്. സോ സാഡ്. മമ്മ ദേ ചായ പരിപാടിക്ക് ഇടുന്നുണ്ട്. ചായ ഉണ്ടാക്കണതിന് കുറച്ചൊരു മുമ്പാണ് പാലില്ല എന്നുള്ള കാര്യം മനസ്സിലായിട്ട് പാല് വാങ്ങിക്കാൻ പോയി. ദേ ഇവിടുത്തെ എന്തൊക്കെയാണ് കാണിക്കണേന്ന് അവൻ എന്നെ അറിയില്ല. ടി വിയിൽ ഇതേ കാന്താര കാണിക്കണ കണ്ടിട്ട് ഇവർ കാന്താര ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. മമ്മ ദേ ചായ ഒക്കെ കൊണ്ടുവന്ന് ചായ പരിപാടിയൊക്കെ സെറ്റാക്കണ നേരത്ത് മമ്മയുടെ അനിയൻ്റെ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. മമ്മ അവൻ്റെ അടുത്ത് ഗ്ലാസ് എടുത്ത് തരാൻ പറയുന്നു, അവനോട് കൊടുക്കാണ്ടിരിക്കുന്നു. ലാസ്റ്റ് വഴക്കാവണതിന് മുമ്പ് ഞാൻ തന്നെ എടുത്ത് കൊടുത്ത്. അപ്പോൾ ഇവറ്റ സർക്കസ് കണ്ടിരുന്ന സമയം പോയതറിഞ്ഞില്ല ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.